CPM മുഖപത്രമായ ദേശാഭിമാനി ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കിയ കള്ളൻ വിജയൻ എന്ന ലേഖനത്തെ ചൊല്ലിയുള്ള വിവാദം CPMിലും മാധ്യമലോകത്തും കനത്ത പുകച്ചിലുണ്ടാക്കുന്നു. എഡിറ്റോറിയൽ ബോർഡിലുണ്ടായ കടുത്ത തർക്കങ്ങളെ തുടർന്ന് വാരാന്ത പതിപ്പിന്റെ അച്ചടിച്ച പതിപ്പ് തടഞ്ഞുവെച്ച സംഭവത്തിൽ റെസിഡന്റ് എഡിറ്റർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് വാരാന്ത പതിപ്പ് എഡിറ്റർ മറുപടി നൽകി. വിവാദമായ ലേഖനത്തിൽ യാതൊരുവിധ പാർട്ടി വിരുദ്ധതയുമില്ല എന്നും ആ ലേഖനത്തിന് ഏറ്റവും അനുയോജ്യമായ തലക്കെട്ടാണ് നൽകിയിരുന്നതെന്നും വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള KR അജയൻ റെസിഡന്റ് എഡിറ്റർക്ക് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കി. നിർദ്ദേശിച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് അറിയിച്ച അജയൻ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ലേഖനത്തിന്റെ പേരിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയായിരുന്നുവെന്നും കുറ്റപ്പെടുത്തി. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റാൻ നേരത്തെ ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ലെന്നും വിഷയത്തിലെ തർക്കങ്ങളും വിവാദങ്ങളും മാധ്യമങ്ങളെ അറിയിച്ചു പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും കാട്ടിയാണ് മാനേജ്മെന്റ് വാരാന്ത പതിപ്പ് എഡിറ്റർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അതേസമയം ദേശാഭിമാനി വാരാന്ത പതിപ്പിനെ ചുറ്റിപ്പറ്റി ഉയർന്നുവന്ന അനാവശ്യ വിവാദത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ കുടുംബം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു. VSന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന പതിപ്പ് ഇറങ്ങുന്ന വേളയിൽ ഇത്തരം വിവാദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് VSന്റെ മകൻ VA അരുൺകുമാർ പരസ്യമായി പ്രതികരിച്ചു. പത്രം ഇറക്കുന്നതും ഇറക്കാതിരിക്കുന്നതും വ്യക്തമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഉയർന്ന വിവാദങ്ങൾക്കും എതിർപ്പുകൾക്കും ഒടുവിൽ VSന്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഒടുവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. VSന്റെ പ്രസ് സെക്രട്ടറിയായിരുന്ന KV സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ എഴുതിയ വൈകാരികമായ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തി മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടെയുള്ള കവർ സ്റ്റോറിയുമായാണ് പുതിയ പതിപ്പ് വായനക്കാരിലേക്ക് എത്തിയത്. അച്ചടിച്ച വാരാന്ത പതിപ്പ് നിശ്ചിത ദിവസം പുറത്തിറങ്ങാതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. പതിപ്പിന്റെ അവസാന പേജിൽ TC രാജേഷ് എഴുതിയ കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന ലേഖനത്തെ ചൊല്ലി എഡിറ്റോറിയൽ ബോർഡിൽ രൂക്ഷമായ ഭിന്നതയുണ്ടായതാണ് പ്രസാധനം തടയാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിലെ മുട്ടിപ്പാറയിലുള്ള വിജയൻ എന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ഫീച്ചറായിരുന്നു ഇത്. നാടക ഗ്രാമ ഉടമയായ ഇയാളെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ഓമനിച്ച് വിളിച്ച കൊച്ചുകള്ളൻ എന്ന പേര് പിന്നീട് പേരിനൊപ്പം ചേരുകയായിരുന്നു. എന്നാൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരോക്ഷമായി ലക്ഷ്യമിടുന്നതാണെന്നും ഇത് സോഷ്യൽ മീഡിയയിൽ പാർട്ടിക്കെതിരെയുള്ള ട്രോളുകൾക്കും അനാവശ്യ തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കുമെന്നും ചൂണ്ടിക്കാട്ടി എഡിറ്റോറിയൽ ബോർഡിലെ ചിലർ എതിർപ്പ് ഉയർത്തുകയായിരുന്നു. തുടർന്ന് അച്ചടിച്ച പതിപ്പിന്റെ വിതരണം അടിയന്തരമായി തടഞ്ഞു. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് വാരാന്ത പതിപ്പ് ഇറങ്ങാൻ വൈകിയത് എന്നായിരുന്നു സംഭവത്തിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് നൽകിയ ഔദ്യോഗിക വിശദീകരണം. ഒടുവിൽ പുറത്തിറങ്ങിയ പതിപ്പിൽ നാടക പ്രവർത്തകനായ വിജയനെക്കുറിച്ചുള്ള ലേഖനം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ദേശാഭിമാനിയുടെ ലേഖകൻ തന്നെ നേരിട്ട് വന്നു കണ്ടാണ് വിവരങ്ങൾ ശേഖരിച്ചെന്ന് നാടക പ്രവർത്തകൻ വിജയൻ ആവർത്തിച്ചു പറയുന്നു. താൻ ഒരിക്കലും പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടില്ലെന്നും ദേശാഭിമാനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ലേഖനം പ്രസിദ്ധീകരിക്കാമെന്നും വിജയൻ കൂട്ടിച്ചേർത്തു.